ഹായ് ഓൾ. ഇന്ന് നമ്മൾ റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാമിൽ കാണാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 4 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, സെക്കൻഡ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്താണ്? ഒരു ഫീൽഡ് ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോൾ ആ ചാർജിന് ചുറ്റുമുള്ള ഒരു വലയം, ആ ചാർജ് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു വലയം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫീൽഡ് ഉണ്ടാകാൻ ആരും മാത്രം മതി? ഒരൊറ്റ ചാർജ് മാത്രം മതി. എന്തുണ്ടാകും? ഫീൽഡ് ഉണ്ടാകും. ആൻഡ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ E is equal to 1/4πε0 Q divided by R square. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് E is equal to 1/4πε0 Q divided by R square. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? The electrostatic field E is directly proportional to the charge taken. It is also directly proportional to 1/r square അല്ലെങ്കിൽ inversely proportional to square of the distance to the point under consideration. അപ്പോൾ ഞാൻ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ പോയിന്റിൽ നിന്നും ചാർജിലേക്കുള്ള ദൂരത്തിൻ്റെ സ്ക്വയർ, അതുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ദൂരം കൂടുന്തോറും ഫീൽഡ് കുറയും. ഓക്കെ, എത്രത്തോളം ക്ലോസ് ആണോ അവിടെ ഫീൽഡ് കൂടുതലായിരിക്കും. ശരിയല്ലേ? സോ ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ടേക്കൺ ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ആൻഡ് ദ പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാകാൻ അവിടെ ആര് മാത്രം മതി? ഒരു ചാർജ് മാത്രം മതി. 2 ചാർജ് വേണ്ട, ഒരൊറ്റ ചാർജ് മതി. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കിട്ടും. ഇനി വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ഒരു ചാർജ് ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലേക്ക് മറ്റൊരു ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി എക്സ്പീരിയൻസിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിച്ച് ക്യാൻ എയ്തർ ബി റിപ്പൾസീവ് ഓർ വിച്ച് ക്യാൻ ബി അട്രാക്റ്റീവ്. ഒരു ചാർജ് ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലേക്ക് മറ്റൊരു ചാർജ് കയറുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി എക്സ്പീരിയൻസിങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് രണ്ടും ലൈക്ക് ചാർജസ് ആണെങ്കിൽ ദ ഫോഴ്സ് വിൽ ബി റിപ്പൾസീവ്. ഇത് രണ്ടും അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ദ ഫോഴ്സ് വിൽ ബി അട്രാക്റ്റീവ്. ശരിയല്ലേ? ഇവിടെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/R സ്ക്വയർ ഇൻറ്റു Q ഡാഷ്. Q എന്ന ചാർജ് ഉണ്ടാക്കിയ 1/4πε0 Q/R സ്ക്വയർ എന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് Q ഡാഷ് എന്ന ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ ഇലക്ട്രിക് ഫോഴ്സ് ആസ് 1/4πε0 Q ഡാഷ് ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 ചാർജസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് that electrostatic force will be inversely proportional to square of the distance between the charges. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടതുപോലെ ഇലക്ട്രിക് ഫോഴ്സ് എന്താണ്? ഒരു ഇൻവേഴ്സ് സ്ക്വയറിലോ ഒബേ ചെയ്യുന്ന ഇക്വേഷനാണ്. ഇവർ രണ്ടുപേരും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഫീൽഡ് വാസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് വെറസ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. സിമ്പിൾ അല്ലേ? റൈറ്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ എഴുതിയിരിക്കുന്നതിന് ഒരർത്ഥം കൂടെയുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇത് രണ്ടും വെക്ടേഴ്സാണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്, ഇലക്ട്രിക് ഫോഴ്സ് ഒരു വെക്ടറാണ്. ഫീൽഡ് വിൽ ബി ഓൾവേസ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് എപ്പോഴും പുറത്തേക്കായിരിക്കും. പക്ഷേ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് വിൽ ബി ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിലേക്കാണ് ഫീൽഡ് പോകുന്നത്. പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഫീൽഡ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. വാട്ട് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ. ഇത് വെറും ഒരു ഇക്വേഷൻ മാത്രമല്ല, ഒരുപാട് കൺസെപ്റ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ 2-3 അക്ഷരങ്ങളാണ്. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു ക്യു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോർ എ
പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫോർ എ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ. ഓക്കെ, ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് ഫോഴ്സ്, ആർക്ക്? പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ. ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ്, എപ്പോൾ? നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീൽഡ് എന്താണെന്ന് കണ്ടു, ഫോഴ്സ് എന്താണെന്ന് കണ്ടു. ഈ രണ്ട് പേരും ഉണ്ടാക്കാനും ഒരു ചാർജ് മതിയോ? പോരാ. ഫീൽഡ് ഉണ്ടാക്കാൻ ഒരു ചാർജ്, പക്ഷേ ഫോഴ്സ് ഉണ്ടാക്കാൻ ദർ ഷുഡ് ബി എ മിനിമം ഓഫ് 2 ചാർജസ്. ഓക്കെ അല്ലേ? റൈറ്റ്. നൗ വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ? സി, ഒരു ചാർജിന് ചുറ്റും അത് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഒരു ചാർജിന് ചുറ്റും ആ ചാർജിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ലെവൽ, അല്ലേ? ആ എനർജി ലെവലിനെ നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ സർഫസിനും അതിൻ്റേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനാണ് നമ്മളിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഫീൽഡ് കണ്ടതുപോലെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനും ഒരൊറ്റ ചാർജ് മതി. ആൻഡ് വി, പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ. പൊട്ടൻഷ്യൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫോർ എക്സാമ്പിൾസ് ഫോർ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇവിടെ പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്റ്റ് അഡീഷൻ, വെക്റ്റർ അഡീഷൻ വേണ്ട. 2 + 3 - 1 വെറുതെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താൽ മതി, നിങ്ങൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വി ഈസ് ഈക്വൽ ടു 1/4πε0. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ടേക്കൺ ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഫീൽഡും ഫോഴ്സും രണ്ടുപേരും ഇൻവേഴ്സ് സ്ക്വയറിലോ ആണ് പാലിച്ചിരുന്നത്. ഇവിടെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഇല്ല, ജസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ electrostatic potential is created by a single charge. It is directly proportional to the charge taken and it is inversely proportional to the distance from the charge. ഒരു ചാർജിൽ നിന്ന് ദൂരേക്ക് പോകുന്നതോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. ബട്ട് ദ ചാർജ് ഷുഡ് ബി പോസിറ്റീവ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. നെഗറ്റീവ് ചാർജിൽ നിന്നാണ് ദൂരേക്ക് പോകുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ കൂടി വരും. ഓക്കെ അല്ലേ? റൈറ്റ്. നൗ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാർജ് ഉണ്ടാക്കിയ പൊട്ടൻഷ്യലിലേക്ക്, നമ്മൾ നേരത്തെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കണ്ടു, 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ. ഇതുപോലെ ഒരു ചാർജ് ഉണ്ടാക്കിയ പൊട്ടൻഷ്യലിലേക്ക് മറ്റൊരു ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി ഗെയിനിങ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. And that is given by the equation U is equal to 1/4πε0 Q by R, the potential created by the charge Q into Q dash, the charge which have entered this potential, right? So I can write U is equal to QV. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു ചാർജ് ഉണ്ടാക്കിയ പൊട്ടൻഷ്യലിലേക്ക് മറ്റൊരു ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി ഗെയിനിങ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ദാറ്റ് U ഈസ് ഈക്വൽ ടു QV. എന്നിട്ട് എന്തെഴുതാം? U ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് U ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടു. ഈ പറഞ്ഞ ഇക്വേഷൻ ഇതാണ് കൂളോംസ് ലോ. F is equal to 1/4πε0 Q1 Q2 divided by R². Electrostatic force F is equal to 1/4πε0, the constant, into Q1 Q2 divided by R². The force is directly proportional to product of the charges and inversely proportional to square of the distance between them. ഫീൽഡും ഫോഴ്സും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്റ്റ്ലി ആഡ് ചെയ്താൽ മതി. പക്ഷേ ഫീൽഡ് ആണെങ്കിലും ഫോഴ്സ് ആണെങ്കിലും അത് വെക്റ്റർ അഡീഷൻ ആണ്. ഓക്കെ അല്ലേ? നൗ ഈ ഇക്വേഷൻ നിങ്ങൾ ഫെമിലിയർ ആണ്. F ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇനി ആ മീഡിയത്തിൽ ഒരു ഡൈഇലക്ട്രിക് ഉണ്ടെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് എ ഡൈഇലക്ട്രിക് മീഡിയം, ഓക്കെ, ആ മീഡിയത്തിൽ എയർ ആണെങ്കിൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². അവിടെ ഒരു മീഡിയം ഉണ്ട്, ആ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ F ഡാഷ് ഓർ FM ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ KR², where K is the dielectric constant of the medium, which is equal to F by K. ഓക്കെ, ഇനി ആ എൻ്റയർ തിക്നെസ്സിൽ
എന്തില്ല, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇല്ല. ഒരു ടി തിക്നെസ്സിൽ മാത്രമാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എങ്കിൽ ദ ഇക്വേഷൻ ഈസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R മൈനസ് T plus root KT the whole square, where R is the distance between the charges, T is the thickness, and K is the dielectric constant. So R minus T plus root KT the whole square when the entire area is not filled with dielectric constant. അതിന് ഇടയിലുള്ള ഒരു ടി തിക്നെസ്സിൽ മാത്രമാണ് മീഡിയം ഉള്ളതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ആർ മൈനസ് ടി പ്ലസ് റൂട്ട് കെ ടി ദ ഹോൾ സ്ക്വയർ ആണ്, വേർ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്, ടി ഇസ് ദ തിക്നെസ്, ആൻഡ് കെ ഇസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നൗ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. നമുക്കറിയാം ഫോഴ്സ് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഫീൽഡ് ഇൻറ്റു ചാർജ് വിൽ ഗീവ് യു ഫോഴ്സ്. സോ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. പക്ഷേ ഫോഴ്സ് ഈസ് ഓൾറെഡി ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ അതിൽ നിന്ന് ഐ ക്യാൻ റൈറ്റ് എം എ ഈസ് ഈക്വൽ ടു ക്യു ഇ. ആൻഡ് ഫ്രം ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ക്യു ഇ ഡിവൈഡഡ് ബൈ എം. ആക്സലറേഷനും വെക്ടറാണ്, ഇലക്ട്രിക് ഫീൽഡും വെക്ടറാണ്. ശരിയല്ലേ? ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ് അല്ലേ? ഇപ്പോൾ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ക്യു ഇ ബൈ എം. അപ്പോൾ ഇതിൽ നിന്ന് വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യു ഇ ബൈ എം ഇൻറ്റു ടി. ശരിയല്ലേ? നൗ ദ ഫൈനൽ ഇക്വേഷൻ, ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ അതിൽ ഹാഫ് ഇൻറ്റു എ ക്യു ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ. ശരിയല്ലേ? ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ലാസ്റ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് ക്യു ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കോമ്പിനേഷൻ ഓഫ് ചാർജസ്. നമ്മൾ ഒരു സ്മോൾ ആർ റേഡിയസ് ഉള്ള എൻ ചാർജസ് എടുത്ത് കമ്പൈൻ ചെയ്ത് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സിംഗിൾ ഡ്രോപ്പായിട്ട് ഒരു ചാർജ് ഡ്രോപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്തിനൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സ്മോൾ ആർ റേഡിയസ് ഉള്ള എൻ ഡ്രോപ്സ് കമ്പൈൻ ചെയ്ത് ക്യാപിറ്റൽ ആർ ഡ്രോപ്പായിട്ട് ഞാൻ മാറ്റുമ്പോൾ എന്താണ് അവിടെ ശരിക്കും ഇക്വേറ്റ് ചെയ്യാൻ കഴിയുക? വോളിയം ഇക്വേറ്റ് ചെയ്യാം അല്ലേ? വോളിയം ഷുഡ് റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. സോ എൻ ഇൻറ്റു 4/3 പൈ സ്മോൾ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂബ്. ആൻഡ് ദെർഫോർ ഫ്രം ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ആർ ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 1/3 സ്മോൾ ആർ. ചാർജിന് വ്യത്യാസമുണ്ടോ? ഇല്ല. ആ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ചാർജസ് കമ്പൈൻ ചെയ്തതല്ലേ, അതുകൊണ്ട് ക്യാപിറ്റൽ ക്യൂ ഈസ് ഈക്വൽ ടു എൻ ക്യൂ. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു 4πε0 r ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ്. ഓക്കെ, അപ്പോൾ സി ഈക്വൽ ടു 4πε0 r. അപ്പോൾ കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ആയതുകൊണ്ട് സി ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 1/3 സി. റേഡിയസിന് എന്താണോ പറ്റുന്നത് അത് തന്നെ ആർക്കും പറ്റും, കപ്പാസിറ്റൻസിനും പറ്റും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് എന്താണ് പറ്റുന്നത് നമ്മൾ കണ്ടു, ചാർജിന് എന്താണ് പറ്റുന്നത് നമ്മൾ കണ്ടു. ചാർജ് V ഈസ് ഈക്വൽ ടു ചാർജ് ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു എൻ ക്യൂ. കപ്പാസിറ്റൻസ് ക്യാപിറ്റൽ C ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 1/3 സ്മോൾ c. ഓക്കെ അല്ലേ? വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? V ഈസ് ഈക്വൽ ടു Q ബൈ C. അല്ലെങ്കിൽ ആക്ച്വലി വാട്ട് ഈസ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് പെർ പൊട്ടൻഷ്യൽ, ചാർജ് വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് പെർ പൊട്ടൻഷ്യൽ, അതാണ് കപ്പാസിറ്റൻസ്. സോ from C is equal to Q by V, I can write V is equal to Q by C. ഇവിടെ ചാർജിന് എന്താ പറ്റുന്നത്? എൻ ക്യൂ ആണ് ചാർജ് അല്ലേ? കപ്പാസിറ്റൻസിന് എന്താണ് പറ്റുന്നത്? എൻ റേസ് ടു 1/3 സി. സോ എൻ ക്യൂ ഡിവൈഡഡ് ബൈ എൻ റേസ് ടു 1/3 സി വിച്ച് ഇസ് ഈക്വൽ ടു എൻ റേസ് ടു 2/3 വി. അപ്പോൾ വോൾട്ടേജിന് എന്താ പറ്റുന്നത്? എൻ റേസ് ടു 2/3. ഇപ്പോൾ 125 ഡ്രോപ്പ് ആണെങ്കിലോ 5 5 ആർ 25 5 ആർ 125. അപ്പോൾ 125 ഡ്രോപ്പ് കമ്പൈൻ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എന്താ പറ്റുക? എൻ റേസ് ടു 2/3 വി. അത് 125 റേസ് ടു 2/3 വിച്ച് ഈസ് 25. ഓക്കെ, 25 ടൈംസ് ദ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആകും ദ ഫൈനൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം വോളിയമാണ് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ എൻ ഇൻറ്റു 4/3 പൈ സ്മോൾ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. അപ്പോൾ അതിൽ നിന്ന് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 1/3 സ്മോൾ ആർ. ആൻഡ് കപ്പാസിറ്റൻസിന് ഇക്വേഷൻ 4πε0 r ആണ്. അപ്പോൾ കപ്പാസിറ്റൻസിന് റേഡിയസിന് എന്താണോ പറ്റുന്നത് അത് തന്നെ കപ്പാസിറ്റൻസിനും പറ്റും. റേഡിയസിന് എന്താ പറ്റിയത്? എൻ റേസ് ടു 1/3. അതുകൊണ്ട് കപ്പാസിറ്റൻസിന് എന്ത് പറ്റും? എൻ റേസ് ടു 1/3. കപ്പാസിറ്റൻസിനും എൻ റേസ് ടു 1/3 തന്നെ.
ഓക്കെ, അപ്പോൾ ചാർജിന് എൻ ക്യൂ ആണ്, കപ്പാസിറ്റൻസിന് n⁻⁴. അപ്പോൾ നമ്മൾ എന്തിലേക്ക് പോയി? പൊട്ടൻഷ്യൽ V = Q/C. അപ്പോൾ NQ / n⁻⁴C. അപ്പോൾ എനിക്ക് ഫൈനൽ പൊട്ടൻഷ്യൽ എത്രയെന്ന് കിട്ടി? n⁻²3V ആണ് ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, നൗ വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഇക്വേഷൻ ½mv². അതുപോലെ ½ mv² നമ്മൾ കൈനറ്റിക് എനർജിക്ക് പഠിച്ചു. അതുപോലെ ഇവിടെ കപ്പാസിറ്റൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ ½CV² ആണ്. വേർ C is the capacitance and V is the potential. ഇവിടെ സിക്ക് എന്താ പറ്റുന്നത്? n⁻⁴. അപ്പോൾ അതിവിടെ n⁻⁴. ഇവിടെ പൊട്ടൻഷ്യൽ എന്താ പറ്റുന്നത്? നമ്മൾ കണ്ടു n⁻²3. അത് സ്ക്വയർ ചെയ്തപ്പോൾ n⁻⁴. ഓക്കെ അല്ലേ? ആൻഡ് യുവർ ഫൈനൽ ഇക്വേഷൻ U = n⁵/3U. ഓക്കെ, അപ്പം ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് പറ്റിയത്? ചാർജിന് ക്യാപിറ്റൽ Q = n times small q, ക്യാപിറ്റൽ C = n⁻⁴ times small c, ക്യാപിറ്റൽ V = n⁻⁴ times small v. അതുപോലെ എനർജി ക്യാപിറ്റൽ U = n⁵3 times small u. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങൾ ഈ ഫിഗർ കണ്ടോ? ഓക്കെ, ഈ ഫിഗറിൽ 3 ചാർജസ്, 3 ചാർജസ് ആർ കെപ്റ്റ് അറ്റ് ദ 3 കോർണേഴ്സ് ഓഫ് ദിസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് R. Now you are asked to calculate the force on charge capital Q at the centroid. സെൻട്രോയിഡിലെ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രോയിഡിലെ ഫോഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. See, 3 ചാർജസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ 3 കോർണേഴ്സ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഇത് 3 പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് എങ്ങോട്ടാണ് പോവുക? ദൂരേക്കാണ് പോവുക. എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജാണ് ഫീൽഡ് പോവുക. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ലൈൻസൊക്കെ ഓരോ ചാർജിൽ നിന്നും പുറത്തേക്കാണ് നിങ്ങൾ ലൈൻസ് കാണുന്നത്. ഓക്കെ, നൗ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്? 1/4πε0 Q / R². 1/4πε0 Q / R². സെൻറ്റർ പോയിന്റിലേക്കുള്ള ദൂരം ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മുടെ ഇക്വേഷൻ 1/4πε0 Q / R² ആണ്. പക്ഷേ ഇവിടെ ആ ഫുൾ ദൂരം വേണോ? വേണ്ട. ഇവിടെ ഇതാണ് നമ്മുടെ ദൂരം. ഈ ദൂരം എത്രയാണ്? ഒരു കോർണറിൽ നിന്നും സെൻട്രോയിഡിലേക്കുള്ള ദൂരം R/√3 ആണ്. ആ സെൻട്രോയിഡിൽ നിന്നും ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ സെൻറ്ററിലോട്ടുള്ള ദൂരം R/2√3 ആണ്. അപ്പോൾ ഇത് R/2√3, ഇത് R/√3. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ 1/4πε0 Q / R/√3² ആണ്. ഓക്കെ, അപ്പം ഇതും 1/4πε0 Q / R/√3². ഇവിടുന്നും 1/4πε0 Q / R/√3². ഓക്കെ, ഇത് രണ്ടും ദേ ആർ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്. നമുക്കറിയാം 120 ഡിഗ്രിയാണ് ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ദ വെക്റ്റർ വിൽ ബി ദ സെയിം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും 1/4πε0 Q / R/√3². സിയിൽ നിന്നും ദൂരേക്ക് പോകുന്നതും 1/4πε0 Q / R/√3². അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ത് തന്നെയായിരിക്കും? 1/4πε0 Q / R/√3² R²/3. അപ്പം ഇതാണ് മുകളിലേക്ക് പോകുന്നത്. ഇതുണ്ടോ ഈ നീല? ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 3Q / R². ഇനി താഴേക്ക് പോകുന്നത് എന്താണ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q വീണ്ടും R/√3² which is equal to 1/4πε0 3Q / R². അപ്പം ഈ താഴെ നമ്മൾ പിങ്കിൽ വരച്ചിരിക്കുന്ന 2 പേരുടെ റിസൾട്ടൻ്റ് മേലോട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് 1/4πε0 Q / R/√3². കാരണം ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് വിൽ ബി ദ സെയിം. അതേ വെക്ടറാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതും വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 Q / R/√3². ഒരാൾ മുകളിലേക്ക്, ഒരാൾ താഴേക്ക്. സോ ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഫീൽഡ് 0 ആണെങ്കിൽ ഫോഴ്സ് ഓൾസോ വിൽ ബി 0 അറ്റ് ദ സെൻറ്റർ. ഇനി നമ്മൾ ഇത്രയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സിമെട്രിക്കൽ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് 0 ആയിരിക്കും. സിമെട്രിക്കലാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് 0 ആയിരിക്കും. ഫീൽഡ് 0 ആണെങ്കിൽ ഫോഴ്സും 0 ആയിരിക്കും. ഓക്കെ
ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിപ്പോൾ സിമെട്രിക്കൽ ആണോ? ഇത് സിമെട്രിക്കൽ അല്ല. കാരണം ഒരാൾ നെഗറ്റീവ് ചാർജും ബാക്കി രണ്ടുപേരും പോസിറ്റീവ് ചാർജും ആണ്. ഓക്കെ, അപ്പോൾ ഇത് സിമെട്രിക്കൽ അല്ല. ഇനി നമുക്ക് അറിയുന്ന കാര്യം, നെഗറ്റീവ് ചാർജിൽ നിന്ന് ദൂരേക്കാണോ അടുത്തേക്കാണോ അതോ പോസിറ്റീവ് ചാർജിന് ദൂരേക്കാണ് ഫീൽഡ്, നെഗറ്റീവ് ചാർജിലേക്കാണ് ഫീൽഡ് വരിക. ഇവിടെ നമ്മൾ ഈ ഫോഴ്സ് ആരെ അട്രാക്റ്റ് ചെയ്യുന്ന, ആര് റിപ്പൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, രണ്ട് പോസിറ്റീവ് ചാർജുകളും പരസ്പരം റിപ്പൽ ചെയ്യും. ഈ രണ്ട് പോസിറ്റീവ് ചാർജുകളും പരസ്പരം റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് ആ രണ്ട് പ്ലസ് ക്യൂന്നും പുറത്തേക്ക് ഒരു ആരോ മാർക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു ആരോ മാർക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്, ഇവിടുന്ന് ഒരു ആരോ മാർക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം ദേ ബോത്ത് ആർ റിപ്പല്ലിങ് ഈച്ച് അതർ. ഇനി വാട്ട് അബൌട്ട് ദാറ്റ് നെഗറ്റീവ് ചാർജ്? ആ നെഗറ്റീവ് ചാർജിനെ രണ്ടുപേരും അട്രാക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ആരോ മാർക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ഈച്ച് ചാർജാണ്. ഓരോ ചാർജിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം നെഗറ്റീവ് ചാർജിൻ്റെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജ് പിടിച്ച് വലിക്കുകയാണ്. ദാറ്റ് ഈസ് 1/4πε0 Q² ഡിവൈഡഡ് ബൈ R². ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് R ആയിട്ട് എടുക്കാം. ഇവിടുന്ന് അതുപോലെ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ പിടിച്ച് വലിക്കുകയാണ്. 1/4πε0 Q² ഡിവൈഡഡ് ബൈ R². അല്ലേ? രണ്ടുപേരുടെയും ചാർജ് Q ആണ്, രണ്ടും R ആണ്. അട്രാക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിടിച്ച് വലിക്കുക എന്ന് പറയുന്നത്. അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് നെഗറ്റീവ്, റിപ്പൾസീവ് ഫോഴ്സ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും അട്രാക്റ്റീവ് ഫോഴ്സാണ്, നെഗറ്റീവാണ്. രണ്ടുപേരും പിടിച്ച് വലിക്കുമ്പോൾ ലാസ്റ്റ് ഇയാൾ എങ്ങോട്ട് പോവും? റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനിൽ പോവും. ഈ റിസൾട്ടൻ്റാണ് ഈ 60 ഡിഗ്രി. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60 ഡിഗ്രി അല്ലേ? അപ്പം ഇയാൾ ലാസ്റ്റ് ഈ ഡയറക്ഷനിൽ വരും. 60 ഡിഗ്രിയാണ് ആംഗിൾ എങ്കിൽ റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ദ വെക്റ്റർ. So √3 into 1/4πε0 Q² by R². അപ്പോൾ എനിക്ക് നെഗറ്റീവ് Q മൈനസ് Qയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജിലും ഫോഴ്സ് കണ്ടുപിടിക്കാം. അത് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, കാരണം ബോത്ത് വിൽ ബി ദ സെയിം. അപ്പോൾ ഇവിടുന്ന് ഈ പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്തു, ഈ പോസിറ്റീവ് ചാർജിന് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തു. ഇതെത്രയാണ്? 1/4πε0 Q² ഡിവൈഡഡ് ബൈ R². ഇതും അതുപോലെ 1/4πε0 Q² ഡിവൈഡഡ് ബൈ R². സി വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? ഈ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയാണ് വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിൾ എങ്കിൽ, ആൻഡ് ഇഫ് ദ വെക്റ്റേഴ്സ് ആർ ദ സെയിം, ദെൻ ദ റിസൾട്ടൻറ്റ് വിൽ ബി 1/4πε0 Q² ബൈ R² ഇറ്റ് സെൽഫ്. അത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലേ? 120 ഡിഗ്രിയാണ് വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എങ്കിൽ റിസൾട്ടൻറ്റ് സെയിം ആയിരിക്കും. 90 ഡിഗ്രിയാണ് വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എങ്കിൽ റിസൾട്ടൻറ്റ് √2 ടൈംസ് ദ വെക്റ്റർ ആയിരിക്കും. ഇനി 60 ഡിഗ്രിയാണ് ആംഗിൾ എങ്കിൽ √3 ടൈംസ് ദ വെക്റ്റർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സി ഓൾ ദ ചാർജസ് ആർ ഇൻ ഇക്വിലിബ്രിയം. ഇവിടെ നമുക്കൊരു ക്യാപിറ്റൽ Q അതുപോലെ ഒരു സ്മോൾ Q, ഒരു ക്യാപിറ്റൽ Q നമുക്ക് കാണാം. ഓൾ ദീസ് ചാർജസ് ആർ ഇൻ ഇക്വിലിബ്രിയം. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഏതാണ്, അതുപോലെ ആ ചാർജിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടെണ്ണം ക്യാപിറ്റൽ Q ആണ്, ഒരാൾ മൊത്തം സ്മോൾ Q. സോ യു സപ്പോസ് ദാറ്റ് ആ ഡിസ്റ്റൻസ് എക്സ് ആണ് എന്ന് വിചാരിക്കുക. അതായത് ഈ ആദ്യം വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ Qയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് ആ പോയിൻ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? നമുക്ക് ആ പോയിന്റിലെ ഫീൽഡിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ K ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ x² ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴോ K ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ R മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? സോ R മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, ഓർ എക്സ് ഈസ് ഈക്വൽ ടു R/2. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു R/2. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ പോയിന്റിലെ ഫോഴ്സ്, സി K ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡഡ് ബൈ R/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു K ക്യാപിറ്റൽ Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R². ആ പോയിന്റിലെ ഫോഴ്സ്, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ Q എടുത്തിട്ട് ആ പോയിന്റിലെ ഫോഴ്സ്, സി ഈ ക്യാപിറ്റൽ Q ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇവനായിട്ടുള്ള ഫോഴ്സ് എത്രയാണ്? ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് R/2 ആണ്. സോ R/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു K ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ R². കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് R ആണ്. ശരിയല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? K ക്യാൻസലായി പോയി, Q ക്യാൻസലായി പോയി. അതുപോലെ ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു R² പോയി, ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് വാല്യൂവും കിട്ടി, ഡിസ്റ്റൻസും കിട്ടി. ആൻസർ ക്യാപിറ്റൽ Q/4 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു R/2 ആണ്. ഓക്കെ അല്ലേ?
റൈറ്റ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻ ക്യാപിറ്റൽ ക്യൂ സോ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇവിടെ 3 ചാർജസ് അല്ല, ടോട്ടൽ 4 ചാർജസ്, പ്ലസ് ക്യൂ പ്ലസ് ക്യൂ പ്ലസ് ക്യൂ, അങ്ങനെ 3 ചാർജസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 3 ചാർജസും എന്തായാലും സെൻറ്റർ പോയിന്റിൽ ഫീൽഡ് ഉണ്ടാക്കുമോ? ഒരു ഫീൽഡ് ഉണ്ടാക്കുമോ? അവർ ഫീൽഡ് ഉണ്ടാക്കിയില്ല. കാരണം എന്താണ്? കാരണം ഇതൊരു സിമെട്രിക്കലാണ്. സിമെട്രിക്കലാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ വിൽ ബി 0. പക്ഷേ ക്വസ്റ്റ്യൻ ഫൈൻ ക്യൂ സോ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്നാണ്. ഇപ്പോൾ ഞാൻ അതിന് നടുക്ക് ഒരാളെ കൊണ്ട് വെക്കുമ്പോഴും ഇവിടെ എന്ത് സംഭവിക്കാൻ പാടില്ല? ഒരനക്കവും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോഴ്സിന് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഫോഴ്സിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ ആദ്യം ഈ 2 ചാർജുകൾ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരാൾ പോയി, ഈ ചാർജ് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും പോയി. അതിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം, ഒരാൾ അവിടെ ഉണ്ടാക്കുന്നത് 1/4πε0 Q² ഡിവൈഡഡ് ബൈ R² ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ടാണ് √3 × 1/4πε0 Q² ഡിവൈഡഡ് ബൈ R² എന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആ ഫോഴ്സിനെ ഈ ചാർജ് ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫോഴ്സായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം, സെൻട്രോയിഡ് ടു എ കോർണർ, അത് R/√3 ആണ്. സോ 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ R/√3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആ ക്യാപിറ്റൽ 3 മുകളിലേക്ക് പോകും, ശരിയല്ലേ? സോ 3 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ R². ആൻഡ് നെറ്റ് റിസൾട്ട് √3 സ്മോൾ ക്യൂ ഈസ് ഈക്വൽ ടു 3 ക്യാപിറ്റൽ ക്യൂ, ഓർ ക്യാപിറ്റൽ ക്യൂ ഈസ് ഈക്വൽ ടു -Q/√3. ഇങ്ങനെ ഒരാളെ ഞാനതിനെ നടുക്കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോഴ്സ് ഓൺ എനി വൺ ചാർജ്. 4 പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ്, ഈക്വൽ ആണ്, 4 പേരും പ്ലസ് ക്യൂ ആണ്. അവരൊരു സ്ക്വയറിൻ്റെ 4 കോർണറിലാണ് ഇവരെല്ലാവരും നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ചാർജിലെ ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പോസിറ്റീവ് ചാർജ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, ഇവൻ കാരണം നേരെ മുകളിലേക്ക് ഒരെണ്ണം ഉണ്ടാവും, അല്ലേ? ഈ ഡിസ്റ്റൻസ് 6 ആണ്, ഈ ഡിസ്റ്റൻസും 6 ആണ്. സോ 1/4πε0 Q² ഡിവൈഡഡ് ബൈ R². പക്ഷേ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അതുകൊണ്ട് √2 × 1/4πε0 Q² ഡിവൈഡഡ് ബൈ R² എന്ന് വരും. അപ്പോൾ ഈ ചാർജ് കാരണമുള്ള ഫോഴ്സും ഈ ചാർജ് കാരണമുള്ള ഫോഴ്സ് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് ആൻസർ എന്ത് കിട്ടി? √2 × 1/4πε0 Q² ഡിവൈഡഡ് ബൈ R². ഇതേ ഡയറക്ഷനിലാണ് ആരും പോകുന്നത്? ഈ ഡയഗണലിൽ ഇരിക്കുന്ന ചാർജും പോകുന്നത്. പക്ഷെ അവിടെ ഒരൊറ്റ വ്യത്യാസം, ഡിസ്റ്റൻസ് മാറി. ഇത് 6 ആയിരുന്നു, പക്ഷേ ഇതെത്രയാ? √2 R ആണ്. സോ 1/4πε0 Q² ഡിവൈഡഡ് ബൈ √2 R ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q² ബൈ 2R². ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കോമൺ ആയിട്ട് എടുക്കാം? Q² ബൈ R², Q² ബൈ R², 1/4πε0 കോമൺ. സോ 1/4πε0 × Q² ബൈ R² ഇൻറ്റു √2 + 1/2, ആൻഡ് ദാറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എനി ഓഫ് ദ ചാർജസ് പ്ലേസ്ഡ് അറ്റ് എനി ഓഫ് ദ കോർണർ. റൈറ്റ്. അടുത്ത ചോദ്യം, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ? നമുക്കറിയാം, ഇതാണ് സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ ഒരു നെഗറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോവുക? നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഈ 2 കേസിലും ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. പോസിറ്റീവ് ചാർജിൽ നിന്ന് ദൂരേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക്, ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇത് സിമെട്രിക്കലാണോ? അല്ല. സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ ഇത് സിമെട്രി അല്ല. സിമെട്രി എന്ന് പറയുമ്പോൾ ദേ ഷുഡ് ബി 2 സൈഡിലും നമ്മൾ എങ്ങനെ മുറിക്കുകയാണെങ്കിലും അത് സിമെട്രി തോന്നണം. ഇതിപ്പോൾ എങ്ങനെ മുറിച്ചാലും സിമെട്രി തോന്നില്ല. നിങ്ങളതിനെ ഹൊറിസോണ്ടലിയാണ് മുറിക്കുന്നതെങ്കിൽ അത് സിമെട്രിക്കലാണോ? അല്ല. മുകളിൽ 2 പോസിറ്റീവ് ചാർജ്, താഴെ 2 നെഗറ്റീവ് ചാർജ്, സിമെട്രി നഷ്ടപ്പെട്ടു. ഇത് രണ്ടും ഒരു സൈഡിലേക്ക് തന്നെയാണ് ക്യുമുലേറ്റ് ചെയ്യുന്നത്. അത് ആരോ മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അല്ലേ? ഇനി നമുക്ക് ഓരോന്നിട്ട് കാണാം. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ഈ 2 പോസിറ്റീവ് ചാർജുകൾ കാരണം 2 പേരുടെയും ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ നെഗറ്റീവ് ചാർജസ് തമ്മിലുള്ള ആംഗിളും 90 ഡിഗ്രിയാണ്. ഈ ദൂരം എത്രയാണ്? ഈ ദൂരം, ഈ ടോട്ടൽ എന്ന് പറയുന്നത് √2a ആണ്. അതുകൊണ്ട് അതിൻ്റെ പകുതി, സോ √2a/2. സോ ഇത് a/√2 എന്ന് കിട്ടും. അപ്പം ഒരു ചാർജ് അവിടെ ഉണ്ടാക്കുന്നത് 1/4πε0 Q ഡിവൈഡഡ് ബൈ a/√2 ദ ഹോൾ സ്ക്വയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0
2q/a². ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാണ് ഈ 1/4πε0 2q/a². പക്ഷെ മേലെ രണ്ട് പേരല്ലേ വരുന്നത്, ആംഗിൾ 90 ഡിഗ്രി അല്ലേ, സോ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു √2 × 1/4πε0 2q/a². അപ്പോൾ പോസിറ്റീവ് ചാർജ് കാരണം അവിടെയുള്ള ഫീൽഡ് കിട്ടി. അതെങ്ങോട്ടാ? നേരെ താഴേക്കാണ് ആ ഫീൽഡ് വരുന്നത്. അതുപോലെ ഈ രണ്ട് നെഗറ്റീവ് ചാർജസും ഒരാളിങ്ങനെ ഒരാളിങ്ങനെയാണ് പോകുന്നത്. ആംഗിൾ 90 ഡിഗ്രിയാണ്, അവർ കാരണമുള്ളതും നേരെ താഴേക്കാണ്. അതും എത്ര തന്നെയാണ്? അതും ഇതുപോലെ 1/4πε0 q/a/√2² എന്ന് കിട്ടും. സിൻസ് ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു √2 × 1/4πε0 2q/a². ആഡ് ചെയ്യുമ്പോഴോ 4√2 × 1/4πε0 q/a². 4√2 × 1/4πε0 q/a². ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് കാരണം 2√2 × 1/4πε0 q/a². നെഗറ്റീവ് ചാർജുകൾ കാരണവും അതുപോലെ 2√2 × 1/4πε0 q/a². രണ്ടും ആഡ് ചെയ്യുമ്പോൾ 4√2 × 1/4πε0 q/a². ഓക്കെ, അപ്പോൾ നമ്മളെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് വേണം നമ്മളിവിടെ ആഡ് ചെയ്യാൻ. ഇനി ഇത് നോക്കാം. 3 ചാർജസ് ആണുള്ളത് ആൻഡ് യു ആർ ആസ്ഡ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ കോർണർ വെർ ദർ ഈസ് നോ ചാർജ് കെപ്റ്റ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ കാരണം ഇവിടെ ഇങ്ങോട്ട്, ഇവൻ കാരണം ഇവിടെ ഫീൽഡ് താഴേക്ക് അല്ലേ? ആ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 q/a². ഇതും അതുപോലെ 1/4πε0 q/a² അല്ലേ? ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് √2 × 1/4πε0 q/a². അതിൻ്റെ കൂടെ ഈ ഡയഗണലി പ്ലേസ്ഡും കൂടെ നമ്മൾ ആഡ് ചെയ്യും, കാരണം ഡയറക്ഷൻ ഈസ് ദ സെയിം. സോ 1/4πε0 × q/√2a². അത് എത്ര വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q/2a². അപ്പോൾ ഈ 1/4πε0 q/2a² പ്ലസ് √2 × 1/4πε0 q/a² is the answer, and that is the net electric field at that point. So your final answer is 1/4πε0 × q/a² × √2 plus 1/2. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, നിങ്ങൾ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? വെക്റ്റർ അഡിഷൻ വേണം. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ 2 ഫിഗേഴ്സ് ഉണ്ട്, ഫിഗർ 1 ആൻഡ് ഫിഗർ 2. ഫസ്റ്റ് ചോദ്യം, ഇൻ ബോത്ത് ദ ഫിഗേഴ്സ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഈ 0. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്, ഈ 2 ഫിഗറിലും സെൻറ്റർ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ 0 ആണ്. പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഇവർ 0 എന്ന് പറഞ്ഞത്? കാരണം സെൻറ്റർ പോയിൻറ്റിലേക്കുള്ള പൊട്ടൻഷ്യൽ, ഈ ദൂരം നിങ്ങൾക്ക് അറിയാം. സെൻറ്റർ പോയിൻറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് a/√2 ആണ്. അപ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും സെൻറ്റർ പോയിൻറ്റിലേക്കുള്ള ദൂരം a/√2 അല്ലേ? അപ്പോൾ ആദ്യത്തെ ആൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതാ സെൻറ്റർ പോയിൻറ്റിലേക്കുള്ള ദൂരം, അത് a/√2 ആണ്. ഓക്കെ, അപ്പോൾ 1/4πε0 q/a/√2 ആദ്യത്തെ ആളുണ്ടാക്കിയ പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ ആളുണ്ടാക്കിയ പൊട്ടൻഷ്യൽ 1/4πε0 q/a/√2. പിന്നെ 2 നെഗറ്റീവ് ചാർജസ് ഉണ്ട്, അവരുണ്ടാക്കുന്നത് -1/4πε0 q/a/√2 -1/4πε0 q/a/√2. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പം +1 +1 -1 -1. അവിടെ എവിടെയാണ് ഈ ചാർജസ് ഇരിക്കുന്നതിനുള്ളതിന് ഒരു പ്രാധാന്യം ഇല്ല. ഓക്കെ, ശരിയല്ലേ? ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 -q/a/√2. ഇതോ 1/4πε0 q/a/√2. ഇതെത്രയാണ്? 1/4πε0 q/a/√2. ഇതോ
-1/4πε0 Q ഡിവൈഡഡ് ബൈ A/√2. അപ്പോൾ ചാർജുകൾ നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്, ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. ഈ എല്ലാ കേസുകളിലും ചാർജസ് തന്നിരിക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരവും കൂടെ സെയിം ആയതുകൊണ്ട് ദേ ഓൾ വിൽ ബി ക്യാൻസലിങ് ഈച്ച് അതർ ആൻഡ് ദ നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് 0. ആ ഫിഗറിലൊക്കെ ഇവിടെ അതുപോലെ തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് എടുത്താണോ അത് നെഗറ്റീവിൻ്റെ ഇടയിലാണോ പോസിറ്റീവ് വരുന്നത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതെല്ലാവരും 0 ആയി പോകുന്നത് കൊണ്ട് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഈസ് 0. ഇനി ഫീൽഡിൻ്റെ കാര്യം എങ്ങനെയായിരിക്കും വരിക? ഫീൽഡ് നമുക്ക് നോക്കാം. ഫീൽഡ് യു നോ ദാറ്റ് ഇറ്റ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഫീൽഡ് ഈസ് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ഇവിടെ ഫീൽഡ് വരയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്, ഇറ്റ് ഈസ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്, എവേ ഫ്രം പോസിറ്റീവ് ചാർജ്, എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ റിസൾട്ടൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മുകളിലേക്കാണ്, ഇവിടെ മുകളിലേക്കാണ്. സോ ദർ ഈസ് എ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഫസ്റ്റ് ഫിഗർ. പക്ഷേ ഞാൻ രണ്ടാമത്തെ കേസാണ് നോക്കുന്നതെങ്കിൽ പോസിറ്റീവ് ചാർജ് ആ തന്ന പോയിന്റിലേക്ക് എവേ ഫ്രം പോസിറ്റീവ് ചാർജ്, ഇവിടെ അതുപോലെ എവേ ഫ്രം പോസിറ്റീവ് ചാർജ്, രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അവിടെ തന്നെ അവരെന്തായി പോവും? ക്യാൻസൽ ചെയ്തു പോവും. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് അതും എന്തായി പോവും? അവിടെ വെച്ച് തന്നെ ക്യാൻസൽഡ് ആയി പോവും. കാരണം ഇതാണ് ഇവിടെ സിമെട്രിക്കലി പ്ലേസ്ഡ്. -Q + Q, -Q + Q ആൻഡ് ദേ ആർ ഓൾസോ ഇക്വിഡിസ്റ്റൻറ്റ്. രണ്ട് കേസിലും പൊട്ടൻഷ്യൽ 0 ആണ്. പക്ഷേ ഒരു കേസിൽ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു കേസിൽ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇൻ ബോത്ത് ദ ഫിഗേഴ്സ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഈസ് 0. ഇൻ ഫിഗർ 1 ദർ ഈസ് എ നെറ്റ് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. കാരണം നെഗറ്റീവ് ചാർജസിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലേക്കാണ് നെഗറ്റീവ് ചാർജസിൻ്റെ റിസൾട്ടൻ്റ് പോകുന്നത്. പോസിറ്റീവ് ചാർജിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ആ ഇലക്ട്രിക് ഫീൽഡുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നെറ്റ് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഈസ് 0. ഓക്കെ, ആദ്യം എനിക്കൊന്ന് ഈ ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം ഇറ്റ് ഈസ് എവേ ഫ്രം എ പോസിറ്റീവ് ചാർജ്. ഇവിടെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എവേ ഫ്രം എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അത് രണ്ടും എന്തായി പോയി? അത് രണ്ടും ക്യാൻസൽഡ് ആയി പോയി. ശരിയല്ലേ? ഇനി ഈ +2 Qയിൽ നിന്നും എങ്ങോട്ടാണ് ചാർജ് ഫീൽഡ് പോകുന്നത്? ദൂരേക്കാണ് ഫീൽഡ് പോകുന്നത്. -2 Qയിലേക്കാണ് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, സെയിം ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളുടെ ചാർജ് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ A/√2 ദ ഹോൾ സ്ക്വയർ. ആദ്യത്തെ ആളുടെ ഫീൽഡ്. രണ്ടാമത്തെ ആളുടെ ഫീൽഡും അതുപോലെ തന്നെ 1/4πε0 ഇൻറ്റു 2Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് A/√2 ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് A/√2 ദ ഹോൾ സ്ക്വയർ? A²/2 മുകളിലേക്ക് പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 4Q ഡിവൈഡഡ് ബൈ A². ഇവിടെ അതുപോലെ തന്നെ 1/4πε0 4Q ഡിവൈഡഡ് ബൈ A². ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം ദേ ബോത്ത് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ യുവർ ആൻസർ ഈസ് 1/4πε0 8Q ഡിവൈഡഡ് ബൈ A². ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെറ്റ് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഈസ് 0. നെറ്റ് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഈസ് 0 എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കണം? ആ ചാർജുകളുടെ സൈൻ ഡിഫറൻ്റ് ആണ്. ക്യാപിറ്റൽ Qൻ്റെ സൈൻ അല്ല സ്മോൾ ക്യൂവിനുള്ളത്. ഓക്കെ, ഇനി ആ നെറ്റ് ഫോഴ്സ് നമുക്ക് നോക്കാം. ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ്? KQ²/√2A. കാരണം ഇത് സ്ക്വയറിൻ്റെ ഡയഗണൽ ആയതുകൊണ്ട് √2A ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ സ്മോൾ ക്യൂ ചാർജ് ഇങ്ങോട്ട്, ഈ സ്മോൾ ക്യൂ ചാർജ് ഇങ്ങോട്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് √2 ക്യാപിറ്റൽ Q സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ A². ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ Q ക്യാൻസൽഡ് ആയിപ്പോയി. KQ/small2 ഈസ് ഈക്വൽ ടു √2K small q ആൻഡ് ക്യാപിറ്റൽ Q/small q ഈസ് ഈക്വൽ ടു -2√2. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ടാണ് അതിന് അതുപോലെ അവിടെ നിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നെറ്റ് ഫോഴ്സ് ഓൺ Q എന്തായി പോയത്? 0 ആയിപ്പോയത്. ഇല്ലെങ്കിൽ ഒരിക്കലും അത് എന്താവില്ല? 0 ആകില്ല. ശരിയല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലേ 0 ആകുള്ളൂ. ഇവിടെ ഈക്വൽ ആക്കി നമ്മൾ ഇക്വിലിബ്രിയത്തിലാണ് നമ്മളോട് പറഞ്ഞു. 0 ആകണമെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനിറ്റ് ദാറ്റ് ദ അതർ ചാർജ് ഈസ് നെഗറ്റീവ്. റൈറ്റ്? ഓക്കെ,
ഇനി എന്താണ് കപ്പാസിറ്റൻസ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കപ്പാസിറ്റൻസ് ഇസ് ദ റേഷ്യോ ഓഫ് ചാർജ് സ്റ്റോർഡ് പെർ പൊട്ടൻഷ്യൽ. ചാർജ് സ്റ്റോർഡ് പെർ പൊട്ടൻഷ്യൽ ആണ് കപ്പാസിറ്റൻസ്. സോ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഈ ക്യൂ എന്താണ്? ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ, സിഗ്മ ഇൻറ്റു ഏരിയ. അതുപോലെ പൊട്ടൻഷ്യൽ എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഓക്കെ, അതിനകത്തുനിന്നാണ് എനിക്ക് കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്തായിട്ട് കിട്ടുന്നത്? എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ഇനി അവിടെ ഒരു മീഡിയം, ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിലോ കെ എപ്സിലോൺ 0 എ ബൈ ഡി. ഇനി ഒരു ടി തിക്നെസ്സിൽ മാത്രമാണെങ്കിലോ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഈ ഡിക്ക് പകരം ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ, വെർ ടി ഈസ് ദ തിക്നെസ്, ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ലാബ്സ് ആൻഡ് കെ ഈസ് ദ ഡൈഇലക്ട്രിക്. മെറ്റൽ ആണെങ്കിൽ ഈ കെ എന്താണ്? ഫോർ മെറ്റൽസ് കെ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ടി ബൈ കെ എന്നുള്ള ടേം 0 ആയി പോവും. സോ സി ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ. സീരീസിലാണ് ഞാൻ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സീരീസിൽ ചാർജ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സീരീസിലാണെങ്കിൽ ചാർജ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഇസ് എ സം, വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. യു നോ ദറ്റ് സി ഈക്വൽ ടു ക്യൂ ബൈ വി. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇവിടെ ചാർജാണ് കോൺസ്റ്റൻറ്റ്. സോ സി ക്യൂ ഈക്വൽ ടു സി വി. ഈ സി വി കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സി കൂടുമ്പോൾ വി കുറയും, സി കുറയുമ്പോൾ വി കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ സി കൂടുമ്പോൾ വി കുറയും, വി കൂടുമ്പോൾ സി കുറയും. റൈറ്റ്. സോ V1 ഈസ് ഈക്വൽ ടു C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു വി. ഇതാണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത്. ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയാൻ കാരണം ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ സി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. സി കൂടുമ്പോൾ വി കുറയും. ഓക്കെ, അപ്പോൾ ദേ ആർ നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലാത്തതുകൊണ്ട് ഇവിടെ V1 ചോദിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ C2 വരും, V2 ചോദിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ C1 വരും. അത്രേ ഉള്ളൂ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു വി. വി ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ. അതുപോലെ V2 ഈസ് ഈക്വൽ ടു C1 ബൈ C1 പ്ലസ് C2 ഇൻറ്റു വി. അപ്പോൾ V2 ചോദിക്കുമ്പോൾ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, V1 ചോദിക്കുമ്പോൾ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം Q ഈസ് ഈക്വൽ ടു സി വി. സീരീസ് ആയതുകൊണ്ട് ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ സി വി കോൺസ്റ്റൻ്റ് ആണ്. സി വി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സി കൂടുമ്പോൾ വി കുറയും, സി കുറഞ്ഞാൽ വി കൂടും. സോ വെൻ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് V1 മൾട്ടിപ്ലൈ വിത്ത് C2, വെൻ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് V2 മൾട്ടിപ്ലൈ വിത്ത് C1. അങ്ങനെയെങ്കിൽ പാരലിൻ്റെ കേസ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. പാരലിൽ ആരാണ് കോൺസ്റ്റൻറ്റ്? പാരലിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? യു നോ ദറ്റ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. പാരലിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. സോ Q ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സി. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ Q1 ചോദിക്കുമ്പോൾ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, Q2 ചോദിക്കുമ്പോൾ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ കേസിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരുന്നു, അല്ലേ? അതായത് സി പ്രപ്പോർഷണൽ ടു 1/v ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ V1 ചോദിച്ചപ്പോൾ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, V2 ചോദിച്ചപ്പോൾ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ ദേ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതുകൊണ്ട് Q1 ചോദിക്കുമ്പോൾ C1 ബൈ C1 പ്ലസ് C2 ഇൻറ്റു ക്യൂ, Q2 ചോദിക്കുമ്പോൾ C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു ക്യൂ. കറക്റ്റ്. ഇനി അടുത്തത് വേരിയേഷൻ വെൻ ഡൈഇലക്ട്രിക്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഒരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേരിയേഷൻസ് പറ്റുന്നത് നമുക്ക് നോക്കാം. ബാറ്ററി റിമൂവ്ഡ് ആണെങ്കിൽ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. ശരിക്കും ഒരു ബാറ്ററിയുടെ ദൗത്യം എന്താണ്? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ബാറ്ററിയുടെ ദൗത്യം. സോ വെൻ യു ആർ കണക്റ്റിംഗ് എ ബാറ്ററി, വോൾട്ടേജ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്, ആൻഡ് വെൻ യു റിമൂവ് ദ ബാറ്ററി, ചാർജ് വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ത് പറ്റും? സി ഡാഷ് ഈസ് ഈക്വൽ ടു കെ സി. കപ്പാസിറ്റൻസ് കെ ടൈംസ് ആകും. എങ്ങനെയാണെങ്കിലും കപ്പാസിറ്റൻസ് കെ ടൈംസ് ആകും. കാരണം നമ്മളത് കണ്ടു. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എ ബൈ ഡി ആണ്. അവിടെ കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കെ എപ്സിലോൺ 0 എ ബൈ ഡി. സോ വെൻ യു ആർ ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് മീഡിയം കെ, ഡെഫിനറ്റ്ലി ദ കപ്പാസിറ്റൻസ് ഇൻ ബോത്ത് ദ കേസസ് വിൽ ബിക്കം സി ഡാഷ് ഈസ് ഈക്വൽ ടു കെ സി. ഇനി പൊട്ടൻഷ്യൽ എന്താണ് പറ്റുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ വി ഡാഷ് ഈസ് ഈക്വൽ ടു വി ബൈ കെ. കാരണം വാട്ട് ഈസ് കപ്പാസിറ്റൻസ്? സി ഈക്വൽ ടു ക്യൂ ബൈ വി, അല്ലേ? ഇവിടെ കപ്പാസിറ്റൻസ് എന്ത് പറ്റി? കെ ടൈംസ് ആയി,
അല്ലേ? ക്യൂ ബൈ വി. അതുകൊണ്ടാണ് വി എന്തായത്? വി ബൈ കെ ആയത്. എങ്കിൽ മാത്രമേ അതൊരു ചാർജ് ഒരു കോൺസ്റ്റൻ്റ് നിൽക്കുകയുള്ളൂ. ശരിയല്ലേ? ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. കപ്പാസിറ്റൻസ് ഓൾറെഡി കെ ടൈംസ് ആയി. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ എന്തായേ പറ്റുള്ളൂ? വി ബൈ കെ ആവണം. സി നൗ അഗെയിൻ ദേ ആർ വെൻ മൾട്ടിപ്ലൈയിങ് യു വിൽ ബി ഗെറ്റിംഗ് എ കോൺസ്റ്റൻറ്റ്. പൊട്ടൻഷ്യൽ എന്താണോ പറ്റുന്നത് അത് തന്നെ ഇലക്ട്രിക് ഫീൽഡിനും പറ്റും. അപ്പോൾ പൊട്ടൻഷ്യൽ വി ബൈ കെ ആയി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും എന്തായി? ഇ ബൈ കെ. ഓക്കെ. എനർജി എന്തായി? യു ബൈ കെ. ഓക്കെ. നൗ വെൻ ബാറ്ററി ഈസ് കണക്റ്റഡ് വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. കപ്പാസിറ്റൻസ് ഡെഫിനറ്റ്ലി കപ്പാസിറ്റൻസിന് എന്ത് പറ്റി? സി ഡാഷ് ഈസ് ഈക്വൽ ടു കെ സി. ചാർജ് ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു കെ ക്യൂ. കാരണം സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. ഇവിടെ കപ്പാസിറ്റൻസ് കെ സി ആയി മാറി. ക്യൂവിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം. വി ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് ആ ക്യൂ ഡാഷ് എനിക്ക് നിലവിലുള്ളതുപോലെ തന്നെ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ക്യൂ ഡാഷ് ഷുഡ് ബിക്കം കെ ക്യൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കെയും കെയും ക്യാൻസൽ ചെയ്ത് യു വിൽ ബി ഗെറ്റിംഗ് കെ ക്യൂ ബൈ വി. സോ ദിസ് കെ ആൻഡ് ദിസ് കെ വിൽ ബി ക്യാൻസലിങ്. ഓക്കെ. സോ ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു കെ ക്യൂ. പൊട്ടൻഷ്യൽ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാറ്ററി കണക്റ്റഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. സി വിക്ക് മാറ്റമില്ല, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് മാറ്റമില്ല. പക്ഷേ നമ്മുടെ നേരത്തെ കേസിൽ യു ഡാഷ് എന്ത് പറ്റി? ഇവിടെ യു ഡാഷ് ഈസ് ഈക്വൽ ടു കെ യു. ചാർജിന് എന്താണ് പറ്റിയത്? അത് തന്നെ ആർക്ക് സംഭവിച്ചു? എനർജിക്ക് സംഭവിച്ചു. ഓക്കെ അല്ലേ? നൗ അടുത്തത് ടോർക്ക് ആൻഡ് എനർജി. ടോർക്ക് ആൻഡ് എനർജി. ടോ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ. ടോ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ. പി എന്താണ്? ഡൈപോൾ മൊമെൻറ്റ്. ഇ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പി ക്രോസ് ഇ. പി ക്രോസ് ഇ. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ, അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ. അങ്ങനെ ഒരു ഡൈപോൾ മൊമെൻറ്റിൻ്റെ എനർജിയുടെ ഇക്വേഷൻ മൈനസ് പി ഇ കോസ് തീറ്റ ആണ്. മൈനസ് പി ഇ കോസ് തീറ്റ. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനിഷ്യൽ പൊസിഷനിലെ എനർജി എന്ന് പറയുന്നത് മൈനസ് പി ഇ കോസ് തീറ്റ 1. ഫൈനൽ പൊസിഷനിലെ എനർജി മൈനസ് പി ഇ കോസ് തീറ്റ 2. So what is the work done? Final minus initial. So minus PE cos theta 2 minus PE cos theta 1. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? This is equal to PE into cos theta 1 minus cos theta 2. ശരിയല്ലേ? അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ പി ഇ സൈൻ തീറ്റ, എനർജിയുടെ ഇക്വേഷൻ മൈനസ് പി ഇ കോസ് തീറ്റ, work done equation PE into cos theta 1 minus cos theta 2, where theta 1 is the initial angle and theta 2 is the final angle. ഓക്കെ അല്ലേ? ഇനി ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ സ്ക്വയർ സെഡ് എന്ന് തന്നിട്ടുണ്ട്. കോർഡിനേറ്റ്സ് 1 -1 1. ഇ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അത് പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ കോർഡിനേറ്റ് വിൽ ബി ഡിഫറൻഷിയേറ്റിംഗ് ദ അതേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ സെഡ്, ഇങ്ങനെ 3 എണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. സി എക്സ് ക്യൂബ് വൈ സ്ക്വയർ സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സിനെ മാത്രം നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അതെന്തായി? 3x². വൈ സ്ക്വയർ സെഡിനെ തൊടണ്ട. ഇനി ഡോ വി ബൈ ഡോ വൈ, അപ്പോൾ വൈനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയറിന് പകരം 2y ഇൻറ്റു സെഡ്. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ ആണെങ്കിലോ എക്സ് ക്യൂബ് വൈ സ്ക്വയർ മാത്രം ബാക്കിയുള്ളവരെ തുറണ്ട. എന്നിട്ട് അവരിലേക്ക് നിങ്ങൾ ഈ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 -1 1. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. 3 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പോൾ ആദ്യത്തെ ആൻസർ 3. രണ്ടാമത് വീണ്ടും ഈ എക്സിന് 1ഉം വൈക്ക് -1ഉം സെഡിന് 1ഉം കൊടുക്കുക. യു വിൽ ബി ഗെറ്റിംഗ് -2. എക്സ് ക്യൂബ് വൈ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അഗെയിൻ യു വിൽ ബി ഗെറ്റിംഗ് 1. സോ യു ആർ ഗെറ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് ഹിയർ ഇ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ തന്നിട്ട് നിങ്ങൾക്ക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എക്സ് ക്യൂബ് വൈ സ്ക്വയർ സെഡും തരികയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് 3 -2 1 ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് ഒരു നെഗറ്റീവ് സൈൻ ആഡ് ചെയ്യണം. കാരണം എന്താണ്? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ യുവർ ആൻസർ ഈസ് -3 i cap പ്ലസ് 2 j cap മൈനസ് k cap. റൈറ്റ്? നമുക്ക് ഇതും കൂടെ നോക്കാം. x² പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xyz. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡോ വി ബൈ ഡോ എക്സ്, എക്സിനെ മാത്രം തൊടുക. 2x പ്ലസ്
2yz. ബാക്കിയുള്ളതൊക്കെ 0 ആയിപ്പോയി. ഈ y സ്ക്വയർ 0, z സ്ക്വയർ 0 ആയിപ്പോയി. ഇനി ∂v/∂y ആണ് ചെയ്യുന്നതെങ്കിലോ അപ്പോൾ എക്സ് സ്ക്വയറും സെഡ് സ്ക്വയറും പോയി. എന്നിട്ട് പകരം 2y + 2xz. ഇനി ∂v/∂z ആണെങ്കിലോ സെഡിനെ മാത്രം, സെഡുള്ള ടേംസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ 0 ആവുന്നു. സോ 2z + 2xy. ഇനി എന്ത് ചെയ്യുക? ആ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1, 0 ആൻഡ് -1 ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് 2, -2 ആൻഡ് -2. ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക? നെഗറ്റീവ് ആക്കുക. കാരണം =∂v/∂x. സോ യുവർ ആൻസർ ഈസ് -2i cap + 2j cap + 2k cap. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് പൊട്ടൻഷ്യൽ തന്നിട്ട് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫീൽഡിൽ നിന്ന് തിരിച്ച് പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഫീൽഡ് തന്നിട്ട് പൊട്ടൻഷ്യലിലേക്ക് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരെ ഓപ്പോസിറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3i cap + 4y cap ആണെങ്കിൽ -3dx -4y dy. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ അറ്റ് 0, 0 ഈസ് 0. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -3x + -4y²/2 + c എന്ന് കിട്ടും. ആ c 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ കോൺസ്റ്റൻറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -3 × 2 -2 × y². y എത്രയാണ്? 1 ആണ്. 2x 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുവർ ആൻസർ ഈസ് -8 വോൾട്ട്. അപ്പോൾ ഫീൽഡിൽ നമ്മൾ പൊട്ടൻഷ്യലേക്ക് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2i cap + 3j cap. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന് വീണ്ടും പൊട്ടൻഷ്യൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. -2dx + -3dy. ആൻസർ -2x -3y + c. ആ c എന്ന കോൺസ്റ്റൻറ്റ് ഇവിടെ 10 വോൾട്ടാണ് തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ അത് എത്രയായിരുന്നു? 0 വോൾട്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യേണ്ട വന്നില്ല. പക്ഷേ ഇവിടെ അത് 10 വോൾട്ടാണ്. അത് നമ്മൾ ആഡ് ചെയ്യണം. ആദ്യം കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3, 2 എന്ന കോർഡിനേറ്റിലെ പൊട്ടൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എക്സിന് 3ഉം വൈക്ക് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് -6 -6 + 10 ആൻഡ് യുവർ ആൻസർ ഈസ് +2 വോൾട്ട്. നമ്മൾ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സിമ്പിളാണ്. ഓക്കെ അല്ലേ? So again we'll see the part 2 of electrostatics. Bye. Thanks.